ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പച്ചച്ചീരയാണ് കേട്ടോ. പച്ചച്ചീര എന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുള്ള അടിപൊളി ഒരു സാധനം കേട്ടോ. ഇതിനകത്ത് ഒരുപാട് കലോറീസ്, അയൺ, വൈറ്റമിൻ എ, സി, കെ എന്ന് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഈ പച്ചച്ചീരക്കകത്ത് നിന്ന് കിട്ടും. അതുകൊണ്ട് ഇത് കുട്ടികൾക്കും നമ്മൾ സ്ത്രീകൾക്കും ഒരുപാട് കഴിക്കേണ്ട ഒരു സാധനം കേട്ടോ. കണ്ണിന് കാഴ്ച കിട്ടാനും എല്ലാത്തിനും ബെറ്ററാണ് ഈ പച്ചച്ചീര. അപ്പം നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് കാണി പച്ചച്ചീര. ഇതൊക്കെ കിട്ടിയാൽ കളയണ്ട കേട്ടോ. കുട്ടികൾക്ക് എപ്പോൾ കിട്ടിയാലും വെച്ച് തോരൻ വെച്ച് കൊടുക്കുക, എങ്ങനെയെങ്കിലും അവരുടെ ഉള്ളിൽ എത്തിക്കണം കേട്ടോ. കർക്കിടക മാസം ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി ഓടി നടക്കുന്നതാണ് കേട്ടോ. ഈ ആയുർവേദം ഐറ്റംസ് ഒക്കെ ഒരുപാട് കഴിക്കുന്ന ഒരു ടൈമാണ് ഈ കർക്കിടക മാസം. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കഴിക്കണം കേട്ടോ. ആ മാസം മാത്രമല്ല, എപ്പോൾ കിട്ടിയാലും കഴിക്കണം. അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ, അപ്പം നല്ലതായിട്ട് നമ്മൾ വാഷ് ചെയ്യണം. പറമ്പത്തേക്കാകുമ്പോൾ ഒരുപാട് മണ്ണൊക്കെ കാണും. അന്നേരം നല്ലതായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കണം. നമുക്ക് നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് നല്ല ചെറുതായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കണം. വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെ ഉണ്ട് ഈ ചീരയ്ക്കകത്ത്. ഇപ്പോൾ ചീരത്തോരൻ വെച്ചാലും ഈ ചീര കഴുകി നമ്മളിതിൻ്റെ വെള്ളം വാരാൻ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചീരത്തോരൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വെള്ളം ഉണ്ടാകുമ്പോൾ പിന്നെ കഴിക്കാനൊരു രുചി കാണത്തുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വാടി കുഴഞ്ഞങ്ങ് പോകും. അപ്പോൾ വെള്ളം നമ്മൾ എപ്പോഴും ഊറ്റി വെച്ചേക്കണം. എന്നിട്ട് നമുക്കിന്ന് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ തണ്ടൊന്നും കളയണ്ട കേട്ടോ. തണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നല്ല കനമുള്ള തണ്ടാണെങ്കിൽ കളയട്ടോ, അത് മുറ്റിയതായിരിക്കും. ഇതെല്ലാം അരിഞ്ഞ് ഒരു ചട്ടിക്കകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നമുക്കിത് ചൂടാക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓയിൽ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിൽ ഒഴിക്കണമെന്ന് നിർബന്ധം, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒഴിച്ചാലും കുഴപ്പമില്ല. എന്നാലും നമുക്കിത് വാട്ടിയെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് അങ്ങ് വാടി കിട്ടും ചീര. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കും. മസാല തയ്യാറാക്കാം. കുറച്ച് തേങ്ങ വേണം, ചെറിയ ജീരകം വേണം, വെളുത്തുള്ളി വേണം, മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. ഞാനിവിടെ തേങ്ങ പേരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലാകുമ്പോൾ ഫ്രഷ് തേങ്ങ കിട്ടും, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അന്നേരം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഞാൻ എന്താ ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അരപ്പ് നമുക്ക് ആ ചീരക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ കേട്ടോ. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് കിണ്ടി കുഴച്ചെടുത്താൽ കൊള്ളൂല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അന്നേരം നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പം നമ്മുടെ പച്ച ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറിനൂടെ നല്ലതായിട്ട് കുഴച്ചും കൊടുത്താൽ മതി. അത് അവരുടെ ഉള്ളിൽ എത്തിക്കോളും. അന്നേരം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും ബൈ.